തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാൻ എത്താതിരുന്നത് കേരള രാഷ്ട്രീയത്തിൽ വലിയ വിവാദമായി പടരുകയാണ്. CPIM ഈ വിഷയം ഏറ്റുപിടിച്ചതോടെ BJP പ്രതിരോധത്തിലായെങ്കിലും വിശദീകരണത്തിന്റെ ആവശ്യമില്ലെന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. പ്രധാനമന്ത്രിയെ സ്വീകരിച്ച ശേഷം വിമാനത്താവളത്തിൽ നിന്ന് പുറത്തിറങ്ങി കൃത്യസമയത്ത് പുത്തരിക്കണ്ടം മൈതാനത്തെ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ എത്തുന്നതിലെ പ്രായോഗിക തടസ്സങ്ങളാണ് BJP നേതാക്കൾ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത്. പ്രോട്ടോകോൾ പ്രകാരം പ്രധാനമന്ത്രിയുടെ വാഹന വ്യൂഹത്തിനൊപ്പം സഞ്ചരിക്കാൻ അനുമതിയുള്ളത് ഗവർണർക്ക് മുഖ്യമന്ത്രിക്ക് മാത്രമാണ്. വിമാനത്താവളത്തിലെ സ്വീകരണത്തിന് ശേഷം ഗതാഗത തടസ്സങ്ങൾ മറികടന്ന് കൃത്യസമയത്ത് വേദിക്കരികിൽ എത്തുക മേയറിനെ സംബന്ധിച്ച് വെല്ലുവിളിയായിരുന്നു. മേയർക്ക് കൃത്യസമയത്ത് മടങ്ങിയെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അത് ചടങ്ങിന്റെ വലിയൊരു പോരായ്മയായി വിലയിരുത്തപ്പെടുമെന്ന് BJP നേതാക്കൾ വാദിക്കുന്നു. വി രാജേഷും ഇതേ വാദം തന്നെയാണ് ഉയർത്തുന്നത്. എന്നാൽ ഈ സാങ്കേതിക ന്യായീകരണങ്ങൾ രാഷ്ട്രീയ എതിരാളികൾ മുഖവിലയ്ക്ക് എടുക്കുന്നില്ല. സാധാരണ നിലയിൽ ഒരു പ്രധാനമന്ത്രി തലസ്ഥാന നഗരിയിൽ എത്തുമ്പോൾ ഗവർണർ, മുഖ്യമന്ത്രി, മേയർ, പ്രാദേശിക MP, ചീഫ് സെക്രട്ടറി, DGP എന്നിവർ സ്വീകരിക്കാൻ എത്തണം എന്നതാണ് കീഴ്വഴക്കം. ഇതിനനുസരിച്ചുള്ള ഒരു പട്ടികയാണ് സംസ്ഥാന സർക്കാർ പ്രധാനമന്ത്രിയുടെ ഓഫീസിന് കൈമാറിയത്. സംസ്ഥാനം നൽകിയ പട്ടികയിൽ മേയറുടെയും MPയുടെയും പേരുകൾ ഉണ്ടായിരുന്നുവെങ്കിലും PMOയിൽ നിന്ന് അംഗീകാരം ലഭിച്ച് തിരിച്ചെത്തിയ പട്ടികയിൽ ഇവരുടെ പേരുകൾ ഒഴിവാക്കപ്പെട്ടതായാണ് വിവരം. പ്രോട്ടോകോൾ വിഭാഗം ഇക്കാര്യം മേയറെ ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. വിമാനത്താവളത്തിൽ മേയർ എത്താതിരുന്നതോടെ CPIM ഈ അവസരം കൃത്യമായി വിനിയോഗിച്ചു. മന്ത്രി വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ BJPക്കെതിരെ രൂക്ഷമായ വിമർശനവും പരിഹാസവുമായി രംഗത്തെത്തി.